ഹലോ, നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ കാണാൻ പറ്റുക, എൻ്റെ അലമാരി ആയിരിക്കും കാണാൻ പറ്റുക. ഞാനേ എല്ലാവരും മീൻകറി വെക്കുന്നുണ്ട്. അപ്പം ഞാനും വിചാരിച്ചു ഞാൻ മീൻകറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. പിന്നെ ഞാൻ ഈ അസുഖം വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് മീൻ തന്നെയാണ്. ഇതിപ്പോൾ കുറച്ച് മീനുള്ളൂ, ഒരു 3-4 അത്രേ ഉള്ളൂ. പക്ഷേ നമ്മൾ വെക്കുന്ന വിധം കാണിക്കാനായിട്ട് ഒത്തിരി മീനൊന്നും വേണ്ടല്ലോ. കുറച്ച് മീൻ ഞാൻ പാല് പിഴിഞ്ഞാട്ടം വെക്കണത്. അപ്പം ഞാനതൊന്ന് കാണിച്ച് തരാമെന്ന് ഒരു തരി വെളിച്ചെണ്ണപ്പെടുത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തരാമെന്ന് ഞാൻ വിചാരിച്ചു. പാലൊന്നും പിഴിഞ്ഞിട്ടില്ല. പിന്നെ ഇതൊന്നും അരിഞ്ഞിട്ടില്ല, മുളകൊന്നും അരിഞ്ഞിട്ടില്ല. മുളകൊക്കെ അരിഞ്ഞിട്ടേ ഞാൻ അവിടെ തിരുമ്പി ഒരു 5 മിനിറ്റ് വെക്കാം. വെച്ചതിന് ശേഷം മുളക് ചാറ് വയ്ക്കുമ്പോഴാണ് ഇങ്ങനെ ഇത് ചെയ്യാറ്. ഇങ്ങനെ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി പച്ചമുളക് സാധനങ്ങളൊക്കെ അരിഞ്ഞ് മുളക് പൊടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ വയ്ക്കാറ്. മറ്റേതിൽ അങ്ങനെ ചെയ്യാറില്ല. എന്നിട്ട് പാല് പിഴിഞ്ഞ് വയ്ക്കുമ്പോൾ പിന്നെ പാല് ഇതുവരെ പിഴിഞ്ഞിട്ടില്ലല്ലോ, അതുവരെ ഈ മീനിൽ ഇച്ചിരി എരിവൊക്കെ പിടിച്ചിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. ഒരു പനിഞ്ഞയും കിട്ടിയിട്ടുണ്ട്. ഇല്ലേ കണ്ട, നല്ല മുളകൊക്കെ തേച്ച് അങ്ങനെ വെച്ചിട്ടുണ്ട്. എൻ്റെ കൈ കണ്ട. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് പാല് പിഴിയണം. പിന്നെ അടുപ്പത്ത് വയ്ക്കണം. സാധാരണ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങളിങ്ങനെ ഞാൻ കുറേ വീഡിയോ സെർച്ച് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു വീഡിയോയിലും മറ്റേ കയ്യെടുക്കുന്ന ഒക്കെ എളുപ്പത്തിനുള്ള പണിയാണ്. ഒരു വീഡിയോയിൽ ഞാൻ ഇത് കണ്ടിട്ടില്ല. എന്നിട്ടാണെന്നറിയോ, ഞങ്ങൾ പാല് പിഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് ചെയ്യും, ഉള്ളി കാച്ചും. അത് ഒറ്റ വീഡിയോയിൽ ഞാനങ്ങനെ അധികം കാണാത്തൊരു വീഡിയോ ആണ്. അപ്പം അതുകൊണ്ട് ഞാൻ ആ വീഡിയോ അങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഇടാമല്ലോ. അപ്പം എനിക്കിട്ടാലും എന്ത് കുഴപ്പം? ഒക്കെ എൻ്റെ അടുത്ത് തന്നെ എല്ലാ സാധനങ്ങളും. അതുകൊണ്ട് എനിക്കൊന്ന് വലിഞ്ഞ് കയറിയാൽ മതി. വലിഞ്ഞ് കയറി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും എൻ്റെ ഒപ്പം തന്നെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിത് മിക്സി അടിക്കാൻ പോവാണ്. മിക്സി അടിച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഇതാക്കാം. തൻപാലൊക്കെ മാറ്റി വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പലരും. പക്ഷേ ഇത് കണ്ടിട്ടില്ല. എന്തുവാ ഉള്ളി കാച്ചണത് ഞാൻ കണ്ടിട്ടില്ല. ചിലവർ എല്ലാ പാലും കൂടി ഒരുമിച്ചിട്ട് വേവിക്കണതാണ്. തൻപാലെന്ന് പറഞ്ഞാൽ ആദ്യത്തെ പാലേ. നല്ല ഒളിയാണ്. ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനും സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ചാണ് ഇരിക്കുന്നത്. അല്ലാണ്ട് ഒക്കെ ഇതായിട്ടില്ല. ഇപ്പം ഞാനിപ്പോൾ ഇതിവിടെയാണ്. എനിക്ക് കയ്യിൽ ഞാൻ ചാട്ടിയിട്ടാണിത്. എന്നെ കാണാൻ പറ്റുള്ളൂ. കയ്യിൽ കാണണമെങ്കിൽ ഇതേ കണ്ട, കയ്യിൽ ചാട്ടിയിട്ടാണ് ഇവിടെയാണ്. അപ്പോൾ എനിക്ക് ഇതെടുക്കണം. എന്നിട്ട് അരിപ്പെടുക്കണമെങ്കിൽ എങ്ങനെ എടുക്കും? നമ്മൾ ഈ കാല് ഇതുമ്മ കുത്തി, അടിയിൽ സ്റ്റൂളുണ്ട്, സ്റ്റൂളുമ്മ കുത്തിയിട്ട് ഇങ്ങനെ എടുത്തു. കണ്ട, അതെ. അപ്പം അതവിടെ മൂടിയിരിക്കട്ടെ. ഇനി നമുക്ക് ബാക്കി സെക്കൻഡ് പാലും 3-ാം പാലും ഒക്കെ മീനിലേക്ക് ഒഴിക്കാം. നിങ്ങൾ ആരെങ്കിലും ഉള്ളി കാച്ചണമെങ്കിൽ ഒന്ന് പറയണേ. ഞാൻ കുറേ വീഡിയോസുകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും ഞാൻ ഉള്ളി കാച്ചണത് കണ്ടിട്ടില്ല. പിന്നെ വല്ല പുള്ളിയിലോ ചക്കയിലോ അങ്ങനെയൊക്കെ ഉള്ളതിലൊക്കെ ഉള്ളി കാച്ചണത് കണ്ടുള്ളൂ. പക്ഷെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മീൻ കറിയിൽ ഉള്ളി കാച്ചണതൊന്നും ഞാൻ കണ്ടിട്ടില്ല.
വീഡിയോ ലോങ് ആവോ? ആവാമെന്ന് നോക്കാം. എന്തായാലും മീൻകറി വെച്ച് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ കാണിക്കണം, അതെനിക്ക് നിർബന്ധമാണ്. നമ്മുടെ മീൻകറി ഉണ്ടോ, ഇതിൽ നല്ല കളറൊക്കെ ഉണ്ട്. ഇതിപ്പോൾ വെട്ടം കുറവായതുകൊണ്ടാണ് കളറ് തോന്നാത്തത്. ഇതേ നമ്മൾ ഇനി ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതാക്കാം. ഇത് ക്യാമറ അങ്ങോട്ട് ഇതാവണില്ല. ഉള്ളി ഞാൻ മൂപ്പിക്കാനിട്ടു. അത് കഴിഞ്ഞ് ദേ നമ്മുടെ മീൻകറിയിലേക്ക് തട്ടി. അപ്പോൾ മീൻകറി ഇങ്ങനെയാണ് ഇരിക്കുക ഉള്ളി കാച്ചി കഴിയുമ്പോൾ.